ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ. അടുത്തതായിട്ട് നമ്മുടെ ബിജു എന്ന മത്സരാർത്ഥിയാണ് നമ്മുടെ അഗ്നിപരീക്ഷയിൽ നിന്ന് പുറത്തു പോകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിൽ ബിജു ഉൾപ്പെടുന്ന ടീം പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് ജഡ്ജസ് ആണ് ആരൊക്കെയാണ് പുറത്തു പോകേണ്ടതെന്ന് തീരുമാനിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ബിജുവിന്റെ ഭാഗ്യക്കേട് എന്നല്ലാണ്ട് മറ്റൊന്നും പറയാനില്ല. എവിടെയൊക്കെയോ അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു എന്ന് കരുതിയ ഒരു മത്സരാർത്ഥി ആയിരുന്നു ബിജു. പക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് നേരിട്ട് എത്തിയിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചിലപ്പോൾ ബിജുവിന് സാധിക്കുമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഭാഗ്യമില്ലാണ്ടായിപ്പോയി. ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാം എന്ന സ്വപ്നവുമായി എത്തിയ ബിജുവിന് സീസൺ 8 വീടിനകത്തേക്ക് കയറാൻ പോലും കഴിഞ്ഞിട്ടില്ല. അഗ്നിപരീക്ഷയുടെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ബിജു പുറത്തേക്ക് പോകുന്ന സമയത്ത് ആശ്വസിപ്പിക്കാനായി ജഡ്ജസ് പറഞ്ഞത് ഇത് ഒന്നിന്റെയും അവസാനമല്ല, തുടക്കമാണ് എന്നതാണ് കേട്ടോ. അത് ശരിക്കും ബിജുവിന് ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന വാക്ക് തന്നെയാണ് കേട്ടോ. ഈ പറഞ്ഞത് നമ്മുടെ അഖിലാണെന്ന് തോന്നുന്നു. പക്ഷേ അതിന് ബിജുവിന് നൽകിയ മറുപടി ഏറെ വിഷമിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. അവിടെ തിരിഞ്ഞു നിന്ന് ബിജു പറയുന്നത് ബിഗ് ബോസിലേക്കുള്ള എൻ്റെ ഒരു അവസാനമാണിത്, അങ്ങനെ അല്ലെന്ന് പറയരുതേ എന്നായിരുന്നു എന്നാണ് നമ്മുടെ ബിജു പറഞ്ഞത് കേട്ടോ. ആ വാക്കുകളിൽ നമ്മുടെ ബിജുവിന്റെ മനസ്സിലുള്ള എല്ലാ നിരാശയും പുറത്തു വന്നു കേട്ടോ. ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കണമെന്ന ഒരു വലിയ ആഗ്രഹവുമായി എത്തിയ നമ്മുടെ ബിജുവിന് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അഗ്നിപരീക്ഷയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വന്നത് വലിയൊരു വിഷമത്തിന്റെ ഒരു നിമിഷമായിരുന്നു കേട്ടോ. അത് ബിജുവിന്റെ മുഖത്ത് ശക്തമായിട്ട് കാണാനും ഉണ്ടായിരുന്നു. വളരെ നിരാശയോടുകൂടി കലങ്ങിയ കണ്ണുകളോടൊക്കെ ആയിട്ടാണ് ബിജു അഗ്നിപരീക്ഷയിൽ നിന്ന് പുറത്തു പോകുന്നത് കേട്ടോ. ഒരു പക്ഷേ ബിഗ് ബോസ് വീടിനകത്ത് എത്തിയിരുന്നുവെങ്കിൽ ബിജുവിന് തന്റെ കഴിവ് തെളിയിക്കാൻ മറ്റൊരു അവസരം ലഭിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അഗ്നിപരീക്ഷയിലെ ഒരു ടാസ്കും ജഡ്ജസിന്റെ തീരുമാനവും അദ്ദേഹത്തിന്റെ ബിഗ് ബോസ് എന്ന സ്വപ്നം ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇവിടെ അവസാനിച്ചു കേട്ടോ.